ഗൈസ് ഇന്ന് ഒരുപാട് കാലത്ത് അമ്മുവിന്റെ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അമ്മുവിന് ഒരു അടിപൊളി സർപ്രൈസ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈഫിൽ ടവറിന്റെ ഫ്രണ്ടിൽ നിന്ന് പാല് കലക്കാണ്. ആവുമ്മക്ക് ഇതേ പാല് കുക്കിയുള്ള സമയമായി ഇരിക്കുകയാണ്. പാവം എന്നൊക്കെ എണ്ണ ആവുമ്മ അമ്മു ഇന്ന് പച്ചയാണല്ലേ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ആവുമ്മ വെള്ളയിലാണല്ലോ. വെളി ഇറങ്ങിക്കഴിഞ്ഞാൽ ആള് ക്വയറ്റാണ്. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗൈസ് ഇന്ന് ഒരുപാട് കാലത്ത് അമ്മുവിന്റെ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അമ്മുവിന് ഒരു അടിപൊളി സർപ്രൈസ് എടുക്കാൻ വേണ്ടി പോവാണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മളിതേ പാരീസിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് പാരീസിൽ ഫസ്റ്റ് ഡേ ആണ്. വെളിയിൽ നല്ല മഴയാണ്. നമ്മളിതേ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഒരു ഉബർ കാത്ത് നിൽക്കുകയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ അമ്മുവിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മളിന്നൊരു ക്രൂസിന് പോകാൻ വേണ്ടി പോകണമെന്നാണ്. പക്ഷെ പോകുന്നത് ഈഫിൽ ടവർ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതേ അമ്മുവും ആവയും കൂടെ രാവിലെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആവുമ്മ ഇരിക്കുന്നുണ്ടല്ലേ, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. മഴയായതുകൊണ്ട് തണുപ്പ് ഇതേ ഇങ്ങനെ പൊതിച്ചു മൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ടാക്സി വരും, എന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മളിതേ ക്രൂസിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. രണ്ടുപേർക്കും കൂടെ 38 യൂറോസ് ആയി. ഇതുവഴിയാണ് നമ്മൾ ക്രൂസ് പോകാൻ വേണ്ടി പോകുന്നത്. അടിപൊളി ക്ലൈമറ്റ് ആണ്. മഴ വില്ലനാവുന്ന ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ നമ്മളിതേ ഫുള്ള് കവർ ചെയ്ത് ആവുന്ന കൊടയൊക്കെ വെച്ച് മൂടി പ്രാമിലെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ക്രൂസിനകത്ത് കയറിയിരിക്കുകയാണ്. അമ്മ സൂപ്പർ ഹാപ്പി. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. വെളി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സ് എല്ലാം കാണാൻ പറ്റും. പിന്നെ അവരൊരു ഹെഡ്ഫോൺസ് തന്നിട്ടുണ്ട്. അതുവഴി നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരാൾ ഉറക്കം എണീറ്റിട്ടുണ്ട്. ആവ് കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട് വെളിയിലോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. കാരണം വെള്ളം ക്രൂസ് ഒക്കെ ആദ്യമായിട്ടാണല്ലോ ആൾ കാണുന്നത്. പക്ഷെ രസമായിരുന്നു. നമ്മുടെ ഈ ട്രിപ്പിന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആവുമാണ്. ആവിനെ ഇങ്ങനെ കൂടെ പിടിച്ചിരുത്തി കാഴ്ചയെല്ലാം കാണിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്തോഷമാണ്. ഗൈസ് നമ്മൾ ഫൈനലി നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. കുറെ കാലത്ത് പ്ലാൻ ചെയ്താണ് ഈഫിൽ ടവർ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കാണിച്ചുതരാം. ഓഫ് എങ്ങനെയുണ്ട്? ഈഫിൽ ടവറിന്റെ ഫ്രണ്ടിലാണ്. സൂപ്പർ അല്ലേ? നമ്മൾ ഈഫിൽ ടവറിന്റെ ഫ്രണ്ടിൽ നിന്ന് പാല് കലക്കാണ് അല്ലേ. ആവുമ്മക്ക് ഇതേ പാല് കുക്കിയുള്ള സമയമായി. നമ്മുടെ മുഖമൊക്കെ ചോന്നിരിക്കുകയാണ്. പാവം എന്നൊക്കെ എണ്ണ എന്നാ ഭയങ്കര സന്തോഷം. ഫുഡ് കിട്ടാറായപ്പോ സന്തോഷമാണ്. നമ്മൾ ഈ വ്യൂ കണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ടവറിൽ കയറാൻ വേണ്ടി നമ്മൾ വന്നപ്പോഴത്തേക്ക് താഴെ അത്യാവശ്യം ടിക്കറ്റ് എടുക്കാനായിട്ട് നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ക്യൂവിലൊക്കെ കയറി നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു. ടിക്കറ്റ് എടുത്തു നിന്നപ്പോൾ നമ്മളൊരു കാഴ്ച കണ്ടായിരുന്നേ. അതായത് ഈ ഈഫിൽ ടവറിന് താഴെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ നടന്ന് കയറുന്ന കാണാൻ പറ്റുമായിരുന്നു. ചിലവർക്ക് നടന്ന് കയറുന്നതാണ് ആക്ച്വലി ഇഷ്ടം. ഒരുപാട് സമയം എടുക്കും. പക്ഷെ നമ്മൾ പോകുന്നത് ഈ ലിഫ്റ്റിലാണ്. ഈ ലിഫ്റ്റിലാകുമ്പോൾ നമുക്കൊരു 5 മിനിറ്റിനകത്ത് തന്നെ ടോപ്പിൽ എത്താൻ പറ്റും. ഇപ്പോൾ ഒരു ബാച്ച് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ലിഫ്റ്റ് കയറി. ലിഫ്റ്റ് അത്യാവശ്യം പാക്ഡ് ആയിരുന്നു. കയറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ട് ഹൈറ്റ് പേടിയുള്ളവർക്ക് ചെറുതായിട്ട് ടെൻഷനാകും. കാരണം നമ്മൾ അത്രയും ഹൈറ്റിലോട്ടാണ് ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ സിറ്റി വ്യൂ നമുക്ക് കാണാമായിരുന്നു. അമ്മു ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മുന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പേടി. ഹൈറ്റിന്റെ പേടി കാരണം അമ്മു കാഴ്ചയൊന്നും കാണാതെ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു കൊച്ചിന്റെ പേരും പറഞ്ഞിട്ട്. പക്ഷെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൈഫിൽ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റി വ്യൂസ് ആയിരുന്നു. നമുക്ക് സിറ്റി മൊത്തം പാരീസ് സിറ്റി. ഇത്രയും കാലം നമ്മൾ കാത്തിരുന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തി. അതും ഈഫിൽ ടവറിന്റെ ടോപ്പിൽ എത്തിയപ്പോഴത്തേക്ക് ഒരു പ്രത്യേക വികാരമായിരുന്നു. നമുക്കൊരു അച്ചീവ്മെന്റ് ആയിട്ട് തോന്നി. ഇവിടുത്തെ ഒരു പോസിറ്റീവ് വൈബ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണ്. അടിപൊളി വ്യൂ ആണ്. ഏറ്റവും ടോപ്പിൽ നിന്ന് സൂപ്പർ അല്ലേ. പേടിച്ച് വരച്ച ഒരാൾ നിൽക്കണം. കാരണം ഒരാൾക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു സ്ഥലം കാണാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഇറിറ്റേറ്റ് ഉണ്ടായിരുന്നു. ലൈറ്റൊക്കെ ഇട്ടിട്ട് സിറ്റിയുടെ ആ ഒരു വ്യൂ എന്ന് വെച്ചാൽ അത് വേറൊരു ഭംഗിയായിരുന്നു. അപ്പോൾ നമുക്ക് ഡേ ലൈറ്റും കാണാൻ പറ്റി, രാത്രിയുള്ള വ്യൂവും കാണാൻ പറ്റി. അവസാനം നമ്മൾ ഈഫിൽ ടവറിന് താഴോട്ട് ഇറങ്ങി. താഴെ ഇറങ്ങിയപ്പോഴാണ് വേറൊരു സർപ്രൈസ്. അപ്പോഴാണ് ഈഫിൽ ടവറിൽ അവർ ലൈറ്റ് ഇട്ടത്. നമ്മുടെ ദുബായിലെ ബുർജ് ഖലീഫയിലൊക്കെ ലൈറ്റ് കാണിക്കുന്ന പോലെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മിന്നുന്നുണ്ടായിരുന്നു. അത് ദൂരെ നിന്ന് കാണാൻ അതിലും ഭംഗിയായിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മൾ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. അതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പാർക്ക് ഉണ്ട്. ആ പാർക്കിൽ നിന്ന് നമുക്കത് വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് ഈഫിൽ ടവർ കാണാൻ പറ്റും. ശരിക്കും ലൈഫിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെന്റ്സ് ആയിരുന്നു. അമ്മു ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയി അവിടുത്തെ ഒരു ഫൈൻ ഡൈൻ ഒരു ഫ്രഞ്ച് റെസ്റ്റോറന്റിൽ കയറി ഫുഡ് കഴിച്ചായിരുന്നു. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഡിന്നറാണ്. ആവും ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്താണല്ലേ അമ്മു? ഇവിടെ തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ എങ്കിലും നമ്മൾ ഒരു സൗണ്ട് കേൾക്കത്തില്ല. ട്രെയിനിന്റെ സൗണ്ട് ഒന്നുമില്ല. നല്ല സൗണ്ട് പ്രൂഫ് ഹോട്ടലാണ്. കുഞ്ഞു ഹോട്ടലാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. കുഞ്ഞു കുഞ്ഞു അമ്യൂണിറ്റീസ് ഉണ്ട്. ക്ലീൻ ആൻഡ് ന്യൂ ഹോട്ടലാണ്. അപ്പോൾ നല്ല ക്ലീൻ ആണ് സംഭവം. പിന്നെ ഇത് ഇവിടുന്ന് ലിഫ്റ്റിൽ ഒന്ന് ഇറങ്ങാൻ പറ്റും. ഇന്നലെ നമ്മൾ ഈ ലിഫ്റ്റിൽ കൂടെയാണ് ആക്ച്വലി ഒന്ന് ഇറങ്ങിയത്. ഇതാണ് നമ്മുടെ ഹോട്ടൽ, പാരീസിലെ നമ്മുടെ ഹോട്ടൽ, ഒക്കോ ഹോട്ടൽസ്.
ഗുഡ് മോർണിംഗ് ഡേ. ഇന്ന് എത്ര മണിയായി? മണി ഇവിടെ ഏതാണ്ട് ഉച്ചയ്ക്ക് 11:20 11:30 ആയപ്പോഴത്തേക്ക് നമ്മൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹോട്ടലിന്റെ ഡേ കാഴ്ച. ഇവിടെ ആയിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ദേ അത് റെയിൽവേ സ്റ്റേഷനാണ്. അമ്മ അമ്മ ഇന്നും പച്ചയാണല്ലേ. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. കാരണം ഇന്നലെ രാത്രി വെഡിങ് ആനിവേഴ്സറി ആ ഒരു 12 മണി ആ ടൈമിൽ നമ്മൾ ഈഫിൾ ടവറിലൊക്കെ പോയായിരുന്നു. അപ്പൊ നമ്മൾ കുറെ ഫോട്ടോസ് എടുത്തു. ഭയങ്കര സന്തോഷം തോന്നി. സത്യം ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ഞാനും അമ്മും കൂടി ഈഫിൾ ടവറിൽ ലൈറ്റ് ഒക്കെ നോക്കി ഇങ്ങനെ കുറെ നേരം നിൽക്കുമായിരുന്നു. നമ്മുടെ ജേണി കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ നല്ല കഥകളൊക്കെ അല്ലേ. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു. ഒരു 5-6 മിനിറ്റിനകത്ത് എല്ലാം കവർ ചെയ്തു. ഇനി അടുത്ത് അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഡിസ്കസ്. ഭയങ്കര ഒരു റൊമാൻറ്റിക് ഹാപ്പിനെസ് ഒക്കെ ഒരു മൂഡായിരുന്നു. ആവു നല്ല ഉറക്കത്തിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വേറെ കുറച്ച് സ്ഥലത്ത് കറങ്ങാൻ വേണ്ടി പോവാണ്. മോണ്ട് മാർട്ടെ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. നമ്മൾ ഇന്നലെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അവിടുത്തെ ഷെഫ് മലയാളിയായിരുന്നു, കൊച്ചിക്കാരൻ ജോസഫ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ കുറേ ഡീറ്റെയിൽസ് ഒക്കെ സ്ഥലങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഇന്ന് പോവുകയാണ്. ഇന്ന് ഡേ 2 ആണ്. ഇന്ന് 2 ദിവസം കൂടി ഉണ്ട് പാരീസിൽ. അപ്പം നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ നമ്മളിത് ഒരു ടാക്സി കയറി മോൺമാർട്ടിൽ എത്തിയിരിക്കുകയാണ്. മോൺമാർട്ടി എന്ന് വെച്ചാൽ പാരീസിലൊരു കുഞ്ഞ് ഓത്തൻറ്റിക് വില്ലേജ് ആണ്. ഒരു ബ്യൂട്ടിഫുൾ സിറ്റി എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം വന്നിറങ്ങുമ്പോൾ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വൈബാണ്. ഈ 2 സൈഡിലായിട്ട് നല്ല സ്ട്രീറ്റ് ഷോപ്പിങ്ങും. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നടന്നും അല്ലെങ്കിൽ സൈക്കിളിലൊക്കെയാണ് ആക്ച്വലി പോകുന്നത്. ഒരു പഴയകാല വില്ലേജ് എന്ന് തന്നെ പറയാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൽ ഇങ്ങനെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ നൈറ്റ് ലൈഫാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പക്ഷെ നമുക്ക് എന്തായാലും നൈറ്റിൽ വരാൻ പറ്റത്തില്ല. നമ്മളിന്ന് ഡേ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കുറേ നടന്ന് ഒരു ചേർച്ചിൻ്റെ വെളിയിലെത്തിയായിരുന്നു. അവിടെ അത്യാവശ്യം ടൂറിസ്റ്റ് കൂടി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആംബിയൻസ് ഒരു രക്ഷയില്ല. നമ്മൾ അങ്ങനെ മോൺമാർട്ടിയുടെ വേറെ എൻഡിലെത്തിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് താഴോട്ട് നമുക്ക് ഈ പാരീസ് സിറ്റി വ്യൂ കാണാൻ പറ്റുമായിരുന്നു. ഒരു അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മൾ പാരീസിന്റെ ഏതോ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ടിപ്പിക്കലി നമ്മുടെ ടൂർ ഗൈഡ്സ് ഒന്നും ആക്ച്വലി അറേഞ്ച് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ടൂർ അറേഞ്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൺട്രോളിലായിരിക്കും. എനിക്കാണെങ്കിൽ അതൊട്ടും പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ തോന്നിവാസന എങ്ങോട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും. ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഗൂഗിൾ മാപ്സ് ഒക്കെ നോക്കും, ഫുഡ് കഴിക്കും, കറങ്ങി നടന്നുകൊണ്ടിരിക്കും. ഗൈസ് അങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്ക് സമയം അത്യാവശ്യം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. സ്ട്രീറ്റിലെ തിരക്കും കൂടി വരുന്നുണ്ട്. ഈ ഒരു സ്ട്രീറ്റ് ഭയങ്കര വൈബാണ്. പ്രത്യേകിച്ച് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ലക്ഷറി ബ്രാൻഡ്സ് ഉള്ളത്. ലൂയി വിട്ടോന്റെ ബിൽഡിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൂയി വിട്ടോൺ എന്ന് വെച്ചാൽ ഒരു ഇന്റർനാഷണൽ ലക്ഷറി ബ്രാൻഡാണ്. അവരുടെ തന്നെ ഹെഡ് ഓഫീസാണ് ഇവിടെ. ഈ ഒരു ബിൽഡിംഗ് എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ അത് പണിഞ്ഞിരിക്കുന്നത് ലൂയി വിട്ടോന്റെ ഒരു ബാഗിന്റെ ഷേപ്പിലാണ്. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അതിന്റെ വെളിയിൽ ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. അതായത് ലൂയി വിട്ടോൺ ഷോപ്പിനകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഫുള്ള് ട്രാഫിക് ആണ്. ഭയങ്കര ബഹളമാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സ് കേൾക്കാൻ പറ്റും. രസം എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മുവിന് ചെറിയൊരു ചാഞ്ചാട്ടം അങ്ങോട്ട് പോകാനായിട്ട്. അമ്മു ഇതെല്ലാം കൂടെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. കുറെ ലക്ഷറി ബാഗുകളൊക്കെ മേടിച്ച് അമ്മു എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ് നമ്മൾ കുറെ കറങ്ങിയായിരുന്നു. ഒരു സ്ട്രീറ്റ് മൊത്തം നടന്നായിരുന്നു. ആ സ്ട്രീറ്റിൽ മൊത്തം ലക്ഷറി ബ്രാൻഡ്സ് ആയിരുന്നു. ലൂയി വിറ്റോൺ, പിന്നെ അതുപോലെ ഡിയോർ, അങ്ങനെ കുറെ ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന സ്ട്രീറ്റ് മൊത്തം ലക്ഷറി ബ്രാൻഡ്സ് ആയിരുന്നു. അങ്ങനെ അവിടെ പോയി കറങ്ങി ഇങ്ങ് അറ്റത്തെത്തിയിട്ടുണ്ട്. ശരിക്കും ടയേർഡായി. ഞാൻ മുന്നിട്ട് പറയായിരുന്നു, നമ്മൾ ഈ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്ക് റിലാക്സ് ചെയ്യണം. ഇത് ഓടി നടന്ന് കാലൊന്നും അനക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ഡേ 3 ആണ് പാരീസിൽ. നമ്മൾ വന്നിട്ട് ഇപ്പോൾ 3ാമത്തെ ദിവസം ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പാരീസിൽ കുറച്ച് മെയിൻ അട്രാക്ഷൻസ് കാണാൻ വേണ്ടി പോവാണ്. ഇന്നിവിടെ കുറേ ബാസിലിക്കയുണ്ട്. ഒരു സെയിൻറ്റ് ചാപ്പൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അങ്ങോട്ട് പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പഴയകാല സംഭവങ്ങൾ കാണാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കില്ല. ഇന്ന് നമ്മൾ രാവിലെ ഇരുന്ന് ഗൂഗിൾ നോക്കിയിട്ടാണ് ആക്ച്വലി കണ്ടുപിടിച്ചത്. ഇന്നത്തെ സത്യം ഇന്ന് നമ്മുടെ തീം എന്ന് പറഞ്ഞാൽ വെള്ളയാണ്. എല്ലാവരും സമാധാനത്തിന്റെ ഡ്രസ്സിങ്ങിലാണ്. ആവുമ്പ വെള്ളയിലാണല്ലോ. വെളി ഇറങ്ങിക്കഴിഞ്ഞാൽ ആള് കൊയറ്റാണ്. ഇന്നലെ റൂമിൽ ഇന്നലെ ഭയങ്കര ബോറായിരുന്നില്ലേ. ഗ്ലൗസ് ഇടൂല. നമ്മള് ഗ്ലൗസ് ഇട്ടിട്ട് കൊറേ റോഡിലൊക്കെ ഊരി കളഞ്ഞിട്ടുണ്ട്. ഗ്ലൗസും ഷൂ ഇടൂല. ഷൂ പറക്കിക്കൊണ്ട് നടന്നാന്ന് എനിക്ക് മെന്റൽ അവസരം ഷൂട്ടില്ല. കുറച്ചേ കാണത്തുള്ളൂ, 5 മിനിറ്റ്. അത് കഴിയുമ്പോ ആൾ കൊയറ്റാവല്ലേ. അപ്പൊ നമുക്ക് പോയിട്ട് ഊര് പിടിക്കാം. ഓക്കെ.
നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നമ്മള് പാരീസിൽ സെലിബ്രേറ്റ് ചെയ്തു വെഡിങ് ആനിവേഴ്സറി. നമ്മള് പാരീസിൽ വരുമെന്ന് നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. അതായത് ഒക്ടോബർ വരെ നമുക്കൊരു പ്ലാനിങ് ഇല്ലായിരുന്നു. ഒക്ടോബർ മിഡ് ആയപ്പോഴത്തേക്ക് ചടപടാന്ന് നമ്മൾ വിസയ്ക്ക് അപ്ലൈ നോക്കി. നമുക്ക് വിസ അപ്ലൈ ചെയ്തിട്ട് കിട്ടില്ല. ഫ്രാൻസിന്റെ വിസയൊക്കെ ഡേറ്റ് കഴിഞ്ഞു കാണും. ആ സമയം ആകുമ്പോൾ പീക്കാണ്. നമ്മൾ എന്നിട്ട് പ്രാക്ടിസ്ലാവ സ്ലോവാക്യ വഴി വിസ അപ്ലൈ ചെയ്തിട്ടാണ് കിട്ടിയിട്ട് സ്ലോവാക്യയിൽ പോയി പ്രാക്ടിസ്ലാവൊക്കെ ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് ശരിക്കും ഒരു ലാസ്റ്റ് മൊമെന്റ് പ്ലാൻ ആയിട്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. നമ്മൾ ഒരുപാട് നേരത്തെ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയില്ല നമ്മൾ എന്തായാലും പോകുന്നുണ്ട്. ഇത് ലാസ്റ്റ് മൊമെന്റ് ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ പാരീസിൽ പോകുന്നു, ബ്രസൽസിൽ പോകുന്നു, ആംസ്റ്റർഡാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. അതല്ല വിസ കിട്ടുന്നില്ല, അപ്പൊ ടെൻഷനായി പോയിരുന്നു. അപ്പോയിന്റ്മെന്റ് വരെ 4-5 മാസത്തേക്ക് കാണിക്കുകയായിരുന്നു. അതെ അത് കഴിഞ്ഞിട്ടാണ് വിസ കിട്ടുമെന്ന് അറിയുള്ളൂ. അപ്പൊ നമുക്ക് ടെൻഷനായി പോയി. കാരണം വെഡിങ് ആനിവേഴ്സറി ഡേ മാറുമല്ലോ. അപ്പൊ അതെനിക്ക് വിഷമായി പോയി. നമ്മൾ ഉപരിനകത്ത് കയറിയിരിക്കുകയാണ്. ആവുമ്പോൾ കാറിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര സൈലന്റ് ആണ്. വേറൊരു നമ്മുടെ കാറിന്റെ വണ്ടി ഓടിക്കുന്ന ആൾ കയറി കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഭയങ്കര സൈലന്റ് ആണ്. നമ്മളിത് സെന്റ് ഷാപ്പലിൽ വന്ന് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് എൻട്രൻസ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാനായിട്ട്. ഇതിനകത്ത് കയറാൻ കുറെ നേരം എടുത്തല്ലേ? കുറെ നേരം ക്യൂ നിന്ന് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് സംഭവം. കുറെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഷാപ്പലാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അകത്ത് പോയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ സെയിന്റ് ഷാപ്പലിൽ കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി ആംബിയൻസ് ആയിരുന്നല്ലേ. ടോപ്പിൽ പോയപ്പോഴത്തേക്ക് ഭയങ്കര സൈലന്റ് ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. മോളിൽ പോയി അവനെയും എടുത്തുകൊണ്ട് പോയി. അവിടെ മുകളിൽ പ്രാമൊന്നും കേട്ടിട്ടില്ല, പക്ഷെ കണ്ടു, എൻജോയ് ചെയ്തു. അടിപൊളി സ്ഥലമാണ്. ഇനി നമ്മൾ അടുത്ത് പോകുന്ന ലൂർവിലോട്ടാണ്. ഗൈസ് നമ്മൾ പോകുന്ന വഴിക്ക് ലൂയി വിട്ടോൻ്റെ വേറൊരു ഷോപ്പിൽ കയറാൻ പറ്റി. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവരുടെ തന്നെ ഒരു ചോക്ലേറ്റ് ഷോപ്പ് ഉണ്ട് ഇതിനകത്ത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് ടേസ്റ്റ് ചെയ്തിട്ട് മേടിക്കാൻ പറ്റും. ലൂയി വിട്ടോൻ്റെ ബാഗ്സ് മാത്രമേ നമുക്കറിയത്തുള്ളൂ. ലൂയി വിട്ടോൻ്റെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഈ ചോക്ലേറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് അവരൊരു ബോക്സിനകത്ത് ആക്കി തരും. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടെ ആയിട്ട് അവർ ഒരു വലിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. മെനു കാർഡൊക്കെ വെളിയിൽ വെച്ചിട്ടുണ്ട്. ഫുള്ളായിരുന്നു, പാക്ഡ് ആയിരുന്നു റെസ്റ്റോറൻറ്റ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയില്ല. എന്നിട്ട് നമ്മൾ ആ ഷോപ്സിലുള്ള കുറേ ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇവരുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഒക്കെ ഇവരെയാണ് ആക്ച്വലി വരുന്നത്. ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. നമ്മൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിസ്സയുടെ ഫ്രണ്ടിൽ മുകളിലൊരു ബുൾസെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ പിസ്സ ഹട്ടിലെ പിസ്സ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇതൊരു വെറൈറ്റി പിസ്സയാണ്. ഒരു ലോക്കൽ ഷോപ്പാണ്. അടിപൊളിയാണ്. ആവ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആവുമ്മ ഐ ലവ് യു. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ രസം എന്ന് വെച്ചാൽ നമ്മൾ വെളിയിൽ ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് നല്ല ക്ലൈമറ്റ് ആണ്. പിന്നെ കാഴ്ചകളാണ് ഏറ്റവും അതിമനോഹരം. കാരണം എവിടെ നോക്കിയാലും ഇതേപോലത്തെ ബിൽഡിങ്സ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. അൺനെസസറി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഒന്നുമില്ല. പിന്നെ എവിടെ നോക്കിയാലും ടൂറിസ്റ്റ് ആണ്. എല്ലാവരും ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഫൈനലി നമ്മൾ നടന്ന് നമ്മുടെ ലൂർ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. അബുദാബിയിലെ ലൂർവിൽ നമ്മൾ പോയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൂർ മ്യൂസിയം. ഇത് വെളിയിൽ നോക്കുമ്പോൾ ഒരു ചെറിയൊരു സ്പേസ് ആയിട്ട് തോന്നും. അങ്ങനെയല്ല, അകത്ത് ഒത്തിരി കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. പക്ഷെ നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ആവ് ഉള്ളതുകൊണ്ട് നമുക്ക് ക്യൂവിൽ നിൽക്കണ്ട. നമ്മൾ ക്യൂ സ്കിപ്പ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. ഒരാൾക്ക് എത്രയാണ്? 22 യൂറോസ് ആണ്. അപ്പോൾ നമ്മൾ 2 ടിക്കറ്റ് എടുത്തു. ആവയ്ക്ക് ഫ്രീ ആണ്. ഇതിനകത്ത് കുറെ കാണാനുണ്ട്. അപ്പോൾ അകത്ത് പോയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. ഭയങ്കര യമണ്ടനാണ്. ഇതിനകത്ത് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ടോയ്ലറ്റ്സ് ഉണ്ട്. ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല. ഒരു ഷോപ്പിംഗ് മോൾ പോലെയാണ്. ഗൈസ്, ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് പാരീസിൽ. 4ാമത്തെ ദിവസം നമ്മൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകണം നമുക്കൊരു ഐഡിയ ഇല്ല അല്ലേ? 4-5 സ്ഥലം ലിസ്റ്റിലുണ്ട്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പോയിട്ട് ഉബർ നോക്കണം. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. 4 ദിവസം നമ്മൾ അടിച്ച് പൊളിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് കുറച്ച് ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് പോയിട്ട് നമുക്ക് ബാക്കി സ്ഥലമെല്ലാം കൂടെ ഒന്ന് കവർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പാക്കിംഗ് ഉണ്ട്. ട്രെയിൻ ടിക്കറ്റ് നാളത്തേക്ക് ബുക്ക് ചെയ്യണം. നാളെ നമ്മൾ വേറൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ. അതേ രാവിലെ 2 പേരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് വേറെ അച്ചേറാണല്ലോ. 2 പെട്ടി നിറച്ചും ഡ്രസ്സ് കൊണ്ടുവന്ന് എന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്ന് അത്യാവശ്യം സൂര്യനൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട്. നല്ല ക്ലൈമറ്റ് ആണ്. അപ്പൊ ഇന്ന് കറങ്ങാൻ പോയാലോ? ബാ. ഇന്നലെ ശരിക്കും ഇരുട്ടായിരുന്നല്ലേ? നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ആക്ച്വലി. എവിടെ വന്നേക്കണമോ? നമ്മൾ പാരീസിൽ ഒരു അക്വേറിയം കാണാൻ വന്നേക്കാണ്. ആവയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ. ആദ്യമായിട്ടാണ് ആവ അക്വേറിയത്തിൽ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ UAE ഇല്ലാത്ത അക്വേറിയംസ് ഒന്നും ഇല്ല. പക്ഷെ എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അവന് മീൻ ഇഷ്ടപ്പെട്ടോ?
ഗൈസ് ഫൈനലി നമ്മൾ അക്വേറിയത്തിൽ കയറിയിട്ട് വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? നല്ല ഇഷ്ടപ്പെട്ടു. ആവ ശരിക്കും എൻജോയ് ചെയ്തു. ആദ്യമായിട്ടാണ് ആവ ഇങ്ങനെ അന്തം വിട്ട് മീനൊക്കെ നോക്കണേ കണ്ടത്. സത്യം. നമ്മൾ കയറിയിട്ട് ഇറങ്ങി. ഇനി നമുക്ക് അടുത്ത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല, പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നിന്നപ്പോഴത്തേക്ക് ഒരു അടിപൊളി വ്യൂ ഉണ്ട്, കാണിച്ചു തരാം. ടാടാ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈഫിൽ ടവറിന്റെ വ്യൂ കാണാൻ പറ്റും. അതിന്റെ സൈഡിൽ കൂടെ ജെറ്റൊക്കെ പോകുന്നുണ്ട്, കണ്ട. ഇത് ഈഫിൽ ടവറിന്റെ വ്യൂ ആണ്. അടിപൊളിയല്ലേ? എവിടെ നിന്ന് കണ്ടാലും ഒരു രക്ഷയില്ലല്ലേ, ഒരു വല്ലാത്ത ഭംഗി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നടന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറിയായിരുന്നു. റെസ്റ്റോറൻറ്റിൻ്റെ പേര് എമിലി എന്നാണ്. അടിപൊളി ബൊട്ടീക്ക് റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റും. അകത്തൊക്കെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആയിരുന്നു. നമ്മൾ രണ്ടുപേരും സ്പാഗറ്റി ഓർഡർ ചെയ്തു. അടിപൊളി ഫുഡാണ്. രസം എന്ന് പറഞ്ഞാൽ ഈ കഫേ നടത്തുന്നത് ഇന്ത്യൻസ് ആണ്. ഗൈസ്, ലൈഫിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ഒരിക്കലും മറക്കാത്തൊരു മൊമെൻ്റാണിത്. ഒരു ഡിന്നർ ക്രൂസിന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാത്രി ഓൾമോസ്റ്റ് 8 മണിക്ക് വന്നിട്ട് നമ്മൾ ഈ ക്രൂസിനകത്തിരുന്ന് ഡിന്നർ കഴിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 3 മെയിൻ കോഴ്സ് ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ സീനായിരുന്നു. നമുക്ക് ഈ ഒരു നൈറ്റ് ആംബിയൻസിൽ വെളിയിലുള്ള കാഴ്ചകളൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. അവരിങ്ങനെ ഫുഡ് സെർവ് ചെയ്യും. പിന്നെ നമുക്ക് ഇങ്ങനെ കുറേ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അകത്ത് നിന്ന് വെളിയിലോട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല കിടു ഫുഡായിരുന്നു. നമ്മളിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഫുഡ് ഈ ഒരു ക്രൂസിൻ്റെ തന്നെ ആയിരുന്നു. ആവും അമ്മയും ശരിക്കും എൻജോയ് ചെയ്തു. ഇത് നമ്മുടെ ഒരു വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഡിന്നർ എന്നൊക്കെ പറയാൻ പറ്റും. ഏറ്റവും രസം എന്ന് വെച്ചാൽ നമുക്ക് അകത്തിരുന്നിട്ട് ഈ വെളിയിൽ ഈഫിൽ ടവറിൻ്റെ ആ ഒരു ലൈറ്റ് അപ്പ് വ്യൂ, അത് എത്ര നേരം വേണമെങ്കിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. ഇവിടെ വന്നിട്ട് കഴിച്ചതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫുഡ് എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പാരീസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെയിൻറ്റ് റിവർ ക്രൂസിൽ ഡിന്നർ എന്തായാലും, അതായത് നല്ല വ്യൂ കണ്ട് നമുക്ക് ഡിന്നർ കഴിക്കാൻ പറ്റും. നമ്മളൊരു ഫോട്ടോ എടുത്ത്, ഇത് 25 euros ആണ്. നമ്മുടെ ഫോട്ടോസ് ഓരോന്ന് എടുത്തിട്ട് പ്രിന്റ് ചെയ്ത് ലാസ്റ്റ് കൊണ്ടുവരും.